ശരിക്കും തിരക്കിനിടയിൽ അല്പനേരം ആരോടാണ് ഈ അല്പനേരം ചോദിക്കുന്നത് സത്യത്തിൽ? പക്ഷെ ഇതൊരു കുട്ടിയുടെ അപ്പനായിട്ട് ചെയ്യുമ്പോൾ നമ്മളത് ആ പക്വത വെച്ച് ചെയ്തേക്കണം. നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരിക്ക് ചേട്ടൻ്റെ ഒരു ജേണി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമഡി വേദികളിൽ നിന്ന് അല്ലെങ്കിൽ അത്തരം ഷോസുകളിൽ നിന്ന് സിനിമയിലേക്ക് വന്നൊരു ആ ഒരു ജേണിയെക്കുറിച്ചൊന്നും പറഞ്ഞോ? അപ്പോൾ ഈ പുതിയ ആൾക്കാരുടെ കൂടെ അഭിനയിക്കുമ്പോഴുള്ളൊരു വ്യത്യാസം നല്ലൊരു അനുഭവം എങ്ങനെയായിരുന്നു? അനുഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ഈ കുട്ടികളൊക്കെ നല്ല പക്കയാണ്. എൻ്റെ മോനായിട്ട് അഭിനയിക്കുന്ന പയ്യൻ ഇത് രസമായിട്ട് ചെയ്തിട്ടുണ്ടെന്നറിയാം. സ്കോർപ്പിയോ ബ്ലാക്ക് മോനുണ്ട്. അതിലേക്ക് വന്നിട്ട് കൈ വെക്കണം മണിച്ചാറിന എല്ലാവരും കെട്ടിപ്പിടിച്ച് വർത്താനം പറഞ്ഞു. ആവശ്യത്തിന് പൈസയും തന്നു. ദൃശ്യം 3യെ കുറിച്ച് ചോദിച്ചാൽ പറയില്ലല്ലോ. ദൃശ്യം 3 ഒന്നും പറയാൻ പറ്റില്ല. നമസ്കാരം, സിലിലോയിഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് തിരക്കിനിടയിൽ അല്പനേരം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് അജിത് കൂത്താട്ടുകളാണ്. നമസ്കാരം സാർ. നമസ്കാരം. സുഖമാണോ? സുഖം. പുതിയ വിശേഷങ്ങളൊക്കെ? പുതിയ വിശേഷം തിരക്കിനിടയിൽ അല്പനേരമാണ് കൂടുതൽ വിശേഷങ്ങൾ. ശരിക്കും തിരക്കിനിടയിൽ അല്പനേരം ആരോടാണ് ഈ അല്പനേരം ചോദിക്കുന്നത് സത്യത്തിൽ? ഇത് തിരക്കാണല്ലോ എല്ലാവർക്കും. മൊത്തത്തിലൊരു തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അതിന് അല്പനേരം സംസാരിക്കാൻ വേണ്ടി ചിലവഴിക്കുന്നു, അത്രേ ഉള്ളൂ. ശരിക്ക് ചേട്ടൻ്റെ ഒരു ജേണി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമഡി വേദികളിൽ നിന്ന് അല്ലെങ്കിൽ അത്തരം ഷോസുകളിൽ നിന്ന് സിനിമയിലേക്ക് വന്നൊരു ആ ഒരു ജേണിയെക്കുറിച്ചൊന്ന് പറയാമോ? ഞാനൊരു കോളേജ് ജീവിതത്തിലൊക്കെ ഒരു മിമിക്രിയിലേക്ക് തുടക്കം. അവിടുന്ന് പിന്നെ മിമിക്രി പ്രൊഫഷണലിലേക്ക് വന്നത് ഒരു 3-4 വർഷം കഴിഞ്ഞ് കൊച്ചിൻ സാഗർ അബിക്കനെ അറിയാലോ, ഷൈൻ നിഗത്തിൻ്റെ ഒക്കെ വാപ്പ. പുള്ളിയുടെ കൂടെ ഒരു 4 വർഷ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞിട്ട് കൊച്ചിൻ കലാഭവനിൽ വന്നു. കൊച്ചിൻ കലാഭവനിൽ ഒരു 3-3.5 വർഷം. പിന്നെ വേൾഡ് ടൂറ്, അങ്ങനെ ലോകത്തൊക്കെ പോകാനുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി. അത് കഴിഞ്ഞ് പിന്നെ പ്രൊഫഷണലായിട്ട് ഇങ്ങനെ വന്നു. പിന്നെ കോമഡി സ്റ്റാർസ് അങ്ങനെയൊക്കെ വന്നു. അങ്ങനെ സിനിമയിലേക്ക് വന്നു. കോമഡി സ്റ്റാർസിൻ്റെ കാര്യം പറഞ്ഞു, അത് ശരിക്കും ഒരു ടേണിംഗ് പോയിന്റ് തന്നെ ആയിരുന്നല്ലോ? അതെ, കോമഡി സ്റ്റാർസ് ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അതിലൂടെ നമുക്ക് കൂടുതൽ പ്രോഗ്രാമുകൾ കിട്ടാൻ, സിനിമയിലേക്കൊന്നും വന്നില്ല, കൂടുതലും പ്രോഗ്രാമുകൾ ഇഷ്ടം പോലെ തുടങ്ങിയായിരുന്നു. വിദേശ രാജ്യങ്ങളിലും അതുപോലെ തന്നെ നാട്ടിലായാലും ഡെയിലി പ്രോഗ്രാമൊക്കെ ആയിരുന്നു. നമ്മളെ കാണാനുള്ള ഒരു ടി വി കാണുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് കാണാനുള്ള ഞാൻ ഉല്ലാസ് പന്തളം ടീമിലായിരുന്നു. അത് കഴിഞ്ഞ് മഴവിൽ മനോരമയിൽ കുറേ നാൾ പ്രോഗ്രാം ചെയ്ത് തകർപ്പൻ കോമഡി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജിത്തു സാറ് എന്നെ സിനിമയിലേക്ക് വിളിക്കുന്നത്. ഈ സിനിമയുടെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഡയറക്ടർ സാറുമായിട്ടുള്ള ബന്ധമൊക്കെ എങ്ങനെ? ബന്ധം എന്ന് പറയുന്നത് ജയൻ ചേട്ടനെ നേരത്തെ കണ്ടിട്ടൊന്നും പരിചയപ്പെട്ടിട്ടില്ല. ഇതിൻ്റെ ക്യാമറമാൻ ടോൺസ് ആയിട്ട് നല്ല കമ്പനിയാണ്. ടോൺസാണ് എന്നെ വിളിക്കുന്നത്. ടോൺസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു പടമുണ്ട് ചേട്ടാ, ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ എത്തിപ്പെടുകയായിരുന്നു. കാരണം അതിൻ്റെ അകത്ത് ചെയ്തുകൊണ്ടിരുന്ന ആൾ അത്ര സുഖമല്ലായിരുന്നു ഇത് ചെയ്യാനായിട്ട് വന്ന ആൾ. ഓഡീഷനൊക്കെ ചെയ്തതാണ്, എങ്കിലും ശരിയായില്ല. അത് 10-28 ടേക്കായെന്നൊക്കെ സാർ എന്നോട് പറഞ്ഞത്. അങ്ങനെ ഞാൻ വന്ന് ചെയ്യുക. അത് ശരിക്ക് ഇതിലെനിക്കൊന്ന് ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായത് എല്ലാവരും പുതുമുഖങ്ങളാണ്. ചേട്ടൻ്റെ മുഖം മാത്രമാണ് കുറച്ചുകൂടി ഫെമിലിയർ ആയിട്ടുള്ളത്. ഒത്തിരി പേര്, എല്ലാവരും കുട്ടികൾ സഹിതം, അതുപോലെ എല്ലാവരും ചെറിയ ചെറിയ ഇതിലൊക്കെ ചെയ്തിട്ടുള്ള കുട്ടികളുമുണ്ട്, അതുപോലെ തന്നെ വലിയ ആൾക്കാരും ഉണ്ട് കേട്ടോ. പക്ഷെ അവരാരും ഫേമസ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പുതിയ ആൾക്കാരുടെ കൂടെ അഭിനയിക്കുമ്പോഴുള്ളൊരു വ്യത്യാസം നല്ലൊരു അനുഭവം എങ്ങനെയായിരുന്നു? അനുഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ഈ കുട്ടികളൊക്കെ നല്ല പക്കയാണ്. കാരണം നമ്മളെ കഴിഞ്ഞൊക്കെ നല്ല രീതിയിൽ ആർട്ടിസ്റ്റായിട്ട് ചെയ്യുന്ന കുട്ടികളാണ് ഇതിൻ്റെ അകത്ത് മൊത്തം ചെയ്തേക്കുന്നത്. നല്ല രസമായിട്ട് അഭിനയിക്കുക അവർ. ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ പുതിയ ആൾക്കാരുടെ കൂടെ അഭിനയിക്കുമ്പോൾ അത് വ്യത്യാസം മനസ്സിലാവുമല്ലോ, ഇവരുടെയൊക്കെ ഒരു അഭിനയ മികവൊക്കെ കണ്ട്. അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ പറയാമല്ലോ, എന്നെ സംബന്ധിച്ച് ഞാൻ തുടക്കക്കാരനല്ലെങ്കിലും കുറച്ച് സിനിമകളിലൊക്കെ ഇങ്ങനെ ചെയ്ത് പ്രൊഫഷണലായിട്ടും ചെയ്തിട്ടുള്ളതിൻ്റെ പേരിൽ. പക്ഷെ നമുക്കിവിടെ വന്നപ്പോൾ എനിക്കൊരു പുതുമയായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. എല്ലാവരും നല്ല ഒന്നിനൊന്ന് മെച്ചാണ്. ആർട്ടിസ്റ്റ് കുട്ടികളൊക്കെ നല്ല ഭയങ്കര ആർട്ടിസ്റ്റുകളായിട്ട് അവർ പെർഫോം ചെയ്തേക്കണം. അതുപോലെ തന്നെ ടെക്നീഷ്യന്മാരും എല്ലാവരും മൊത്തത്തിൽ ക്രൂ എല്ലാം നല്ല പെർഫോമൻസും നല്ല മുൻപരിചയമുള്ള ആൾക്കാരെല്ലാം കൂടെ വർക്ക് ചെയ്തേക്കും.
ഇതിലൊരു സാധാരണ ഒരു അച്ഛൻ കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു അതെ അതെ, ട്രെയിലറിൽ ഞാനൊരു മനസ്സിലാകുന്നു. കുഞ്ഞിൻ്റെ അപ്പനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് 4 കുട്ടികൾ, അതിൽ ഒരു കുട്ടിയുടെ അപ്പനായിട്ട്. ശരിക്കും ഒരു സാധാരണക്കാരൻ്റെ കഥാപാത്രം ചെയ്യാന്ന് പറയുമ്പോൾ ഇത്രയും കോമഡികൾ ചെയ്ത ഒരാൾ ആ ഒരു സീരിയസ് റോളിലേക്ക് വരുമ്പോഴുള്ളൊരു ഈ എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറേ പടം ചെയ്തിപ്പോൾ ഒരു 10-30 പടത്തിലധികം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഈ പടം ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു കഥാപാത്രം കിട്ടുന്നത്. അല്ല, കൂടുതലും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കള്ളൻ അല്ലെങ്കിൽ അങ്ങനെ കുറേ ചപ്പ് ചവറ് സാധനങ്ങളൊക്കെയാണ് കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. നല്ല നല്ല സാധനങ്ങളെന്നാൽ ഉണ്ടെങ്കിലും, പക്ഷേ ഇതൊരു കുട്ടിയുടെ അപ്പനായിട്ട് ചെയ്യുമ്പോൾ നമ്മളത് ആ പക്വത വെച്ച് ചെയ്തേക്കണം. ഞാൻ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, തോന്നലും. ഇപ്പോൾ റിയൽ ലൈഫിൽ കാണുന്ന കുറേ പ്രശ്നങ്ങളും അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ കാണുന്ന കുറേ പ്രശ്നങ്ങൾ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട് 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 ഒരുപാട് ആ, പ്രശ്നങ്ങൾ ഒത്തിരി എനിക്ക് പ്രശ്നങ്ങൾ. തോന്നുന്നു. പിന്നെ ഇതിൻ്റെ അകത്തെ എനിക്കിരുന്ന 7 ദിവസം ഷൂട്ട് തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മാത്രമേ ഉള്ളൂ, എൻ്റെ ഫാമിലിയും മാത്രമേ ഉള്ളൂ. ഉം. മറ്റുള്ളവരായിട്ട് ഞാൻ മിംഗ്ലിങ് ഇല്ല ഓ ഒരിക്കലും. അപ്പോൾ അതിൻ്റെ ബാക്കി അവിടുത്തെ കഥകൾ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അവരുടെ സിറ്റുവേഷൻ, ആ 3 പിള്ളേരുടെ അവരുടെ സിറ്റുവേഷൻ. പിന്നെ സ്കൂളിൽ ഒരു ദിവസം ഉണ്ടായിരുന്നു, അന്ന് മൊത്തത്തിലുണ്ട്. പക്ഷെ അത് നമ്മൾ ബന്ധപ്പെടുന്നതല്ല, ഞാൻ എൻ്റെ മകനുമായിട്ട് ബന്ധപ്പെടുന്ന സാധനം മാത്രമേ ഉള്ളൂ എൻ്റെ അത്. ഇപ്പോൾ ഒരുപാട് ജീവിതങ്ങൾ കണ്ടു വന്ന ഒരാളായിരിക്കുമല്ലോ ചേട്ടൻ. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ജീവിത ഈ സിനിമയിൽ ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ടോ കഥയായിട്ടോ എന്തെങ്കിലും ബന്ധമുള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നോ? എനിക്ക് അങ്ങനെ ഒരു ഇത് തോന്നില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവങ്ങളില്ല. ഞാൻ എൻ്റെ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പക്കയായിട്ട്, എന്ന് വെച്ചാൽ ഞാനൊക്കെ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചു, 10-22 വയസ്സുള്ളപ്പോൾ. അപ്പോൾ എൻ്റെ പിള്ളേരൊക്കെ വളർന്ന് വലുതായി, അവർക്ക് ഒരു പക്വതയായി. കാരണം അവർ നമ്മളെ ഫ്രണ്ട് ഒരു ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിട്ട് തന്നെ പോകുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അനുഭവം, നമ്മളൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പിള്ളേർക്ക് അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പണ്ടത്തെ കാലത്ത് അറിയാമല്ലോ, മൊബൈലും ഇല്ല, ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ ഞാനൊക്കെ പഠിച്ചിരുന്ന ആ സമയത്ത് സ്ലേറ്റിൽ മാർക്ക് എഴുതി തന്ന് എഴുതിക്കൊണ്ട് പോയി വീട്ടിൽ കാണിക്കുന്ന പരിപാടിയൊക്കെ ആയിരുന്നു അന്ന്. അപ്പം അതൊന്നും അല്ലല്ലോ. പക്ഷെ ആ അനുഭവമൊന്നും ഇതിനകത്തില്ല. ഇപ്പോൾ ഇതിലൊരു സാധാരണക്കാരനുള്ള കഥാപാത്രം പറഞ്ഞപ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞു വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതിലും വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രം ചെയ്തിട്ട് ഞങ്ങളൊക്കെ ഞെട്ടിച്ച ഒരാളാണ് ചേട്ടൻ. അതെ ഞാൻ പറഞ്ഞു തരുന്ന ദൃശ്യത്തിൻ്റെ കാര്യമാണ്. അതെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ 2 സിനിമയും ദൃശ്യം 3 ഇപ്പോൾ അടുത്തടുത്ത ദിവസങ്ങളിലായിട്ടാണ് റിലീസ് ചെയ്യാൻ ദൃശ്യം പോകുന്നത്. 3 21-ാം തീയതി റിലീസ്, ഇത് 22-ാം തീയതി. 2-ാം തീയതി റിലീസ്. അപ്പോൾ ദൃശ്യത്തിലെ കഥാപാത്രത്തിന് ജോസ് എന്ന കഥാപാത്രം അത് ശരിക്കും മലയാളികൾ ഞെട്ടിത്തെറിച്ച ഒരു കഥാപാത്രമാണത്. ശരിക്കും ദൃശ്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചേട്ടൻ എന്തായിരിക്കും പറയാം കഥാപാത്രത്തിനെ കുറിച്ചിട്ട്? കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തതിൽ ഏറ്റവും നല്ലൊരു കഥാപാത്രമാണ് ദൃശ്യത്തിൽ. കാരണം നമുക്ക് ജീവിതത്തിലൊക്കെ ഒരു ആഗ്രഹമുണ്ടല്ലോ, ലാലേട്ടനെയൊക്കെ നമ്മൾ ഈ സ്ക്രീനിലും, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്ക്രീനിൽ പോയി കാണുന്ന ഒരാളാണ്. നമ്മൾ നേരിട്ട് പുള്ളിക്കാരൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയതിലാണ് ഏറ്റവും വലിയ സന്തോഷം. കഥാപാത്രമാണെന്നുണ്ടെങ്കിൽ ജോർജ് കുട്ടീനെ കാണിച്ചു കൊടുക്കുന്നത് ഈ പുള്ളിക്കാരനാണ്. അപ്പോൾ ദൃശ്യം 3യിലേക്ക് വരുമ്പോൾ ദൃശ്യം 3യിലും ചേട്ടൻ അതെ, പക്ഷേ ദൃശ്യം 3 21-ാം തീയതി ഇറങ്ങുന്നത്, അതിനെപ്പറ്റി ഞാനൊന്നും പറയില്ല. പറയാൻ പാടില്ല. എന്നാലും ദൃശ്യം അല്ല, അതേപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഞാനിപ്പോൾ ദൃശ്യം 3 ഉണ്ടെന്ന് പറഞ്ഞതിന് വെച്ചാൽ ഇപ്പോൾ ഇത് ട്രെയിലർ ഇറങ്ങിയ പിന്നെ പറയാം, അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞില്ല. ശരി, ദൃശ്യം 3യിൽ ചേട്ടൻ്റെ വക എന്തെങ്കിലും ട്വിസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും? ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ ഒന്നും പറയില്ല. അതേപ്പറ്റി നമുക്ക് സംസാരം വിടാം. നമുക്ക് ഇത് പറയാം, 2-ലൊക്കെ ഞാൻ പറയുന്നത്. ജിത്തു സാറുമായിട്ടുള്ള ഒരു കണക്ഷൻ. ജിത്തു സാറ് എന്ന് വെച്ചാൽ, ഞാൻ ഈ മഴവിൽ മനോരമയിൽ തകർപ്പൻ കോമഡി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ ദൃശ്യത്തിൻ്റെ തന്നെ ഒരു പ്രൂഫ് ചെയ്തായിരുന്നു. അത് കണ്ടിട്ട് വിളിച്ചത് തന്നെ. അപ്പോൾ ഞാനൊരു ദിവസം വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു രാവിലെ ഒരു 10 മണിയായിട്ടുണ്ട്, എനിക്കൊരു ഫോൺ വന്നു. ഞാൻ വിളിച്ച് എഴുന്നേറ്റപ്പോൾ എടുത്തപ്പോൾ ജിത്തു സാറാ, ഞാൻ ജിത്തു ജോസഫാണ്. ഞാൻ അറിയാതെ ചാടി എഴുന്നേറ്റ് മുണ്ട് താത്തിയും കിട്ടി. നമ്മളേ ജീവിതത്തിൽ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല ഒരാൾ. എന്നാൽ ദൃശ്യം 2-ൽ ഒരു വേഷം അജിത്തിനുണ്ട്, അജിത്തൊരു ഫോട്ടോ എനിക്ക് ഇട്ട് തരണം എന്ന് പറഞ്ഞു. ഞാനാകപ്പാടെ ഫോട്ടോ എടുക്കാൻ മൊബൈലിങ്ങനെ വെക്കുമ്പോൾ കൈ വിറയ്ക്കുക, നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. വായിൽ വെള്ളവും പറ്റി. ഞാൻ ജിത്തു സാറിന് തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നാളെ സ്റ്റുഡിയോ പോയി എടുത്തിട്ട് ഇട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി പറഞ്ഞു, അങ്ങനെ വേണ്ട, ഞാൻ മറ്റന്നാൾ, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ ഈ ദൃശ്യത്തിൻ്റെ ഷൂട്ട് കിടക്കുന്നത്. ജോർജ് കുട്ടിയുടെ വീട് 7 കിലോമീറ്റർ ഉള്ളൂ വീടിൻ്റെ. കൂത്താട്ടുകുളത്തുനിന്ന് വഴുത്തല എന്ന് പറഞ്ഞ സ്ഥലത്താണ്, തൊടുപുഴ ഒക്കെ പോകുന്ന വഴി. അവിടെ ഷൂട്ട്, അവിടെ അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാനൊരു പിറ്റേ ദിവസം രാവിലെ ഞാൻ ചെന്നു, ഒരു വെള്ളമുണ്ടൊക്കെ കൊടുത്ത്
അങ്ങനെ ഇന്ന് പുള്ളി അവിടെ വന്നു. ആ വരാന്തയിരുന്ന് പുള്ളി എനിക്ക് എൻ്റെ കഥ മാത്രം, എൻ്റെ ബാക്കി എന്നാണെന്ന് എനിക്കറിയത്തില്ല, ക്ലൈമാക്സ് ഒന്നും പറഞ്ഞിട്ടില്ല, ഇത് മാത്രമേ എനിക്ക് മാത്രം പറഞ്ഞു തന്നു. എന്നിട്ട് പറഞ്ഞു ഷൂട്ട് തുടങ്ങണ ഒരാഴ്ച മുമ്പ് അന്ന് കൊറോണ മൊത്തത്തിൽ പ്രശ്നമായിട്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങളെ ടെസ്റ്റ് ചെയ്ത് കയറ്റണം റൂമിലേക്ക്, പിന്നെ ഇറക്കിയിട്ടില്ല. അപ്പോൾ സ്ക്രിപ്റ്റ് ഒന്ന് തരുമത്. ഞാൻ ഒരാഴ്ച കൊണ്ട് അത് മുഴുവൻ കാണപ്പടം വെള്ളം പോലെ, SLC പരീക്ഷയ്ക്ക് പോലും അങ്ങനെ പഠിച്ചിട്ടില്ല, കറക്റ്റായിട്ട് പഠിച്ച്. അത് കഴിഞ്ഞ് കറക്റ്റ് കൊറോണ ആ സമയത്ത് ഷൂട്ട് നടക്കുക, ഒരാളെപ്പോലും കയറ്റി വിടുന്നില്ല, മാസ്ക് വെച്ചാണല്ലോ ഷൂട്ട് സമയത്ത് മാത്രം മാസ്ക് മാറ്റും. അങ്ങനെ ഒരു ബന്ധം ജിത്തു സാറുമായിട്ട്. പിന്നെ പടം റിലീസ് ചെയ്യുമ്പോൾ ഞാനിവിടെ ഇല്ല, ഞാൻ ഒരു ഗൾഫ് ട്രിപ്പ്, അന്ന് പ്രശ്നമായിട്ടിരിക്കുന്ന സമയമാണ്, പക്ഷെ മാറി വന്ന സമയത്താണ് ട്രിപ്പ് പോകുന്നത്. OTT അത് താമസം വന്നു, തിയേറ്ററിൽ ഓടിക്കാമെന്ന് പറഞ്ഞിരുന്നപ്പോൾ പിന്നെയും കൂടി വരുവേ. അങ്ങനെ ഒന്ന് താമസം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു പരിപാടിയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് അവിടെ വെച്ചാണ് റിലീസാകുന്നത്. OTT റിലീസല്ലായിരുന്നു. ശരിക്കും ഈ കഥാപാത്രത്തിന് ആദ്യം കിട്ടിയ ഒരു അപ്രിസിയേഷൻ ചേട്ടൻ ഓർക്കുന്നുണ്ടോ? ഇങ്ങനൊരു കഥാപാത്രം നമ്മളാരും ഇത് പ്രതീക്ഷിക്കുന്നില്ല ചേട്ടൻ. ഇപ്പം നമ്മൾ കണ്ടതും ഒരു കോമഡി ക്യാരക്ടേഴ്സിലാണ് നമ്മൾ അധികം കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ആദ്യമായിട്ട് ആരാണ് ആദ്യം വിളിച്ചിട്ട് ഇത് കൊള്ളാം, ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്താൽ? എൻ്റെ ഒരു കൂട്ടുകാരൻ, ഞാനിപ്പോഴും ഓർക്കുന്നു, രാവിലെ വെളുപ്പിന് എനിക്കൊരു ഫോൺ വന്നു. അന്നൊന്നും ഞാൻ ഫോൺ എടുത്തില്ല, അന്ന് രാത്രി ഫോണേ എടുത്തില്ല, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. ഇത് അന്ന് റിലീസാണ്, 8 മണിക്കാണ് റിലീസായത് വൈകുന്നേരം. ഞാനന്ന് ഫോൺ ഓഫ് ചെയ്ത് വെച്ച് പിറ്റേ ദിവസം രാവിലെ ഫോൺ എടുത്ത് ഫസ്റ്റ് വിളിക്കുന്നത് ഷിബു കുഞ്ചറ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂമർ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് ഇവിടെ ഫ്ലവേഴ്സിൽ കോമഡി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. അന്നേരം എനിക്ക് ഫോൺ വരിക, അജിത്തെ പൊളിച്ചു, ഉഗ്രനായിരുന്നു, നന്നായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ ഫോൺ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഓരോരുത്തരും വിളിച്ചുകൊണ്ടിരിക്കുക. ഈ നേരത്തെ കലാഭവനിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഒരുപാട് കലാകാരന്മാർ അതിൽ നിന്ന് തന്നെ നമുക്കറിയുന്ന ഒരുപാട് പേര് അങ്ങനെ ലൈഫിൽ നിന്ന് അങ്ങനെ പൊഴിഞ്ഞു പോയി. അതിൽ ആരുടെങ്കിലും ഒരാളുടെ കൂടെ ഉള്ള ഒരു നല്ലൊരു മൊമെന്റ് ചോദിച്ച ചേട്ടൻ ആദ്യം പറയുന്ന ആരെ പേരായിരിക്കും? ഞാൻ ജാഫർക്കൊക്കെ ഒന്നിച്ചായിരുന്നു കലാഭവൻ. ഞാൻ അബീക്കയുടെ കൂടെ ഒന്ന് മാറി അവിടെ ചെല്ലുമ്പോൾ അബീക്കയുടെ കൂടെ അന്ന് ജാഫർക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് ജാഫർക്ക് ആദ്യം കലാഭവനിൽ കയറി, പിറ്റേ വർഷം ഞാനും കയറി. ഞങ്ങളൊരു കൂട്ടായിരുന്നു, ഒരു കമ്പനി ഇതിലങ്ങ് പോയി കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു. ശരിക്കും സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്ത് പിന്നീട് സിനിമയിലേക്ക് വരുമ്പോൾ മാറ്റം അറിയാൻ പറ്റിയിട്ടുണ്ടോ? മിമിക്രിക്കാരെ സംബന്ധിച്ച് ആരും സിനിമയിൽ അങ്ങനെ പണ്ടൊന്നും മിമിക്രിക്കാരെ അങ്ങനെ എടുക്കില്ല, ചുരുക്കം. ഇപ്പോൾ സിനിമയിലൊക്കെ എല്ലാം മിമിക്രിക്കാർ തന്നെയുള്ളൂ. സ്റ്റേജ് ഷോ പിന്നെ അതിപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്, ഫിലിം സ്റ്റാർസും സിനിമാടന്മാരും സ്റ്റേജ് ഷോ ചെയ്യുന്നുണ്ട്. ഈ മിമിക്രി ഫീൽഡിൽ നിന്ന് ഇപ്പോൾ എല്ലാം ജിത്തു സാറ് തന്നെ ഇപ്പം മിമിക്രിക്കാരെ മാത്രം വെച്ചാൽ പുള്ളി എത്ര പടം ഇറക്കിയാണ്. കൂടുതലും വില്ലന്മാരും ഈ നെഗറ്റീവ് വേഷം ചെയ്യുന്ന എല്ലാം മിമിക്രിക്കാരാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു പടം ഇറങ്ങിയാണ് നുണക്കുഴി എന്ന് പറഞ്ഞ പടത്തിൽ എല്ലാം മിമിക്രിക്കാരാണ്, കൂടുതലും മിമിക്രിക്കാരാണ്. അത് ജിത്തു സാറ് അതിൻ്റെ ധൈര്യം കാണിച്ചത്. പുതിയ പ്രൊജക്റ്റുകളൊക്കെ ഇതല്ലാതെ തിരക്കിനിടയിൽ അല്പനേരം അല്ലാതെ പുതിയ സിനിമകളൊക്കെ അല്ല 2 പടം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാനൊരു വെബ് സീരീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതായത് തല ഇങ്ങനെയൊക്കെ ആക്കി വെച്ച് തലമുടിയൊക്കെ വെട്ടി വെച്ചാണ്. ലാലേട്ടൻ്റെ കൂടെയുള്ള ഒരു അനുഭവം അത് ചോദിക്കാതിരിക്കാൻ എന്തായാലും പറ്റില്ല. ദൃശ്യം 2 ആയിക്കോട്ടെ, ദൃശ്യത്തിൽ ലാലേട്ടൻ്റെ കൂടെയുള്ള ഒരു കോമ്പിനേഷൻ സീനും. ലാലേട്ടനുമായിട്ട് ഞാൻ ആദ്യം ലാലേട്ടനെ കാണുന്ന അകലുവിൽ നിന്നാണ് കാണുന്നത്. ഞങ്ങൾ കോസ്റ്റ്യൂം മാറുന്നിടത്തല്ലല്ലോ ലാലേട്ടൻ മാറുന്നത്, ലാലേട്ടൻ വേറെ സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കോസ്റ്റ്യൂം മാറിക്കണം വന്നപ്പോൾ ഒരാളവിടെ നിന്ന് വിസിലടിക്കും, നോക്കുമ്പോൾ ലാലേട്ടൻ ഞങ്ങളെ കൈപൊക്കി കാണിക്കാനായിട്ട് പുള്ളി വന്നു വിസിലടി നോക്കി. അന്നാ ലാലേട്ടനെ ഞാൻ കാണുന്നത്. അല്ല അതിന് മുമ്പ് ഞാൻ വലിയ ഷോയ്ക്കൊക്കെ പ്രോഗ്രാമിന് പോകുമ്പോൾ ഒക്കെ കണ്ടിട്ടുണ്ട്, എന്നാലും അത്രയും അകലം നടക്കുകയാണ്, മിണ്ടിയിട്ടൊന്നുമില്ല. അതിന് ഫസ്റ്റ് സീനൊക്കെ വേറെ ദിവസമായിരുന്നു. പിന്നെ ലാലേട്ടനായിട്ടുള്ള സീൻ അന്ന് ഭയങ്കര പേടിയായിരുന്നു എനിക്ക്, വായിലെ വെള്ളവും പറ്റി. രാവിലെ തന്നെ ജിത്തു സാറ് വന്നിട്ട് എന്നോട് ചോദിച്ചു, എന്താ പറ്റി? സാറേ എനിക്കാണെങ്കിൽ കയ്യും കാലും പറച്ചിട്ട് മേല. എന്തിനു പേടിക്കണേ, നമുക്ക് വിഷയമൊന്നുമില്ല. ലാലേട്ടൻ വന്ന് നേരെ പരിചയപ്പെടുത്തി എന്നെ, ജിത്തു സാറ് തന്നെ പരിചയപ്പെടുത്തി. ജിത്തു സാർ എങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്? ക്യാരക്ടർ പറഞ്ഞിട്ടാണോ? ഇത് അജിത്ത് കൂത്താട്ടുള്ള, ഇതിനകത്ത് ജോസ് ചെയ്യുന്ന ആളാണ്, പിന്നെ മിമിക്രി ആർട്ടിസ്റ്റാണ്. അപ്പോൾ പുള്ളിനോട് ചോദിച്ചു, മോനെ ഏതൊക്കെ ചെയ്യുന്നത്? ഞാൻ പറയും ഇങ്ങനെ കോമഡി പ്രോഗ്രാമാണ് ചെയ്യുന്നത്, യൂട്യൂബിലൊക്കെ ഉണ്ട് പ്രോഗ്രാം.
എന്നൊക്കെ പറഞ്ഞു. ഏതൊക്കെയാണ് എന്നൊക്കെ പുള്ളി എന്നോട് ചോദിച്ചു, മനസ്സിലാക്കി. അങ്ങനെയൊക്കെയാണ് പരിചയപ്പെട്ട്. ദൃശ്യം 3യുടെ കുറിച്ച് ചോദിച്ചാൽ പറയില്ലല്ലോ. ദൃശ്യം 3 ഒന്നും പറയാൻ പറ്റില്ല. അത് നമ്മൾ ഇതിപ്പോൾ ഞാൻ ഉണ്ടെന്ന് തന്നെ പറഞ്ഞത് ഈ ട്രെയിലർ ഇറങ്ങിയ ശേഷം. അത് ഈ കഴിഞ്ഞ 9-ാം തീയതി ഇറങ്ങിയിരുന്നു. അതിവിടെയായിരുന്നു, ഹയാത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ എല്ലാവരും ഉണ്ടെന്നുള്ള റൂട്ടായി. പക്ഷെ അതിൻ്റെ അകത്ത് വേറെ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ആരെയും എനിക്ക് കണ്ടിട്ടില്ല. നമ്മളെ സീൻ കഴിഞ്ഞു, നമ്മളെ അവിടെ നിന്ന് മാറ്റും. നേരത്തെ പറഞ്ഞ പോലെ ഈ 2 സിനിമയും തൊട്ടടുത്ത 2 ദിവസങ്ങളിലാണ് റിലീസ്. അപ്പം അതിൻ്റെ ഒരു സന്തോഷം പിന്നെ അതെന്തായാലും അതിൻ്റെ സന്തോഷത്തിലാണ്. രണ്ടും ഹാപ്പി. 2 തരം കഥാപാത്രം, രണ്ടും വ്യത്യസ്ത അതെ, കഥാപാത്രങ്ങളല്ലേ. വ്യത്യസ്ത കഥാപാത്രങ്ങൾ, രണ്ടും വ്യത്യസ്ത കഥാപാത്രങ്ങൾ. അപ്പോൾ ഇരട്ടി മധുരമാണ്. ഇരട്ടി മധുരമാണ് ഈ മെയ് മാസം. ഇനി ഈ സിനിമയെക്കുറിച്ച് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഇതിലുള്ള കഥയും അല്ലെങ്കിൽ ഇത് ചെയ്യാം എന്നുള്ളത് ചേട്ടന് വന്നത് എങ്ങനെ? കഥ കേട്ടിട്ടോ അല്ലെങ്കിൽ? കഥയൊന്നും കേട്ടില്ല. എന്നെ നേരെ വിളിച്ച് ഇങ്ങനെ കലൂര് സ്കൂളുണ്ട് നമ്മുടെ തൊടുപുഴ അടുത്ത്, കോതമംഗലം കഴിഞ്ഞ് അങ്ങോട്ട് പോകണം. കലൂര് സ്കൂളിലേക്ക് എന്നെ വിളിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഇതാണ് ഈ സംഭവം, മാർക്ക് ലിസ്റ്റ് കാണിക്കുന്ന ഒരു സീനാണ് മോൻ്റെ. അപ്പോൾ ഞാനത് ചെയ്ത് ത്തിനും ഡയറക്ടർ അവിടെ നിന്നുകൊണ്ട് കൈ അടിച്ചു, ഇങ്ങനെ മോണിറ്ററിൽ നോക്കിയിട്ട്. സൂപ്പറായിരുന്നു. സ്ക്രിപ്റ്റൊന്നും ഞാൻ വായിച്ചൊന്നും അങ്ങനെ നോക്കുന്നില്ല. നമ്മൾ ഈ മിമിക്രി കളിച്ച് പഠിച്ചുകൊണ്ടേ, ഈ സ്കിറ്റ് കളിച്ച് പഠിച്ചുകൊണ്ട് ഇത് പറഞ്ഞു തന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള റൂട്ടാണ്. ഒരു കോൺഫിഡൻസ്. ഡയലോഗ് പ്രോമിറ്റ് ചെയ്യുമല്ലോ, നമ്മുടെ മനസ്സിൽ ഇരുന്നാൽ മതി. ഒന്ന് വായിച്ചു നോക്കും, പെട്ടെന്നൊന്ന് വായിച്ചൊന്ന് നോക്കിയിട്ട് അങ്ങ് കയറും. കയറി കഴിഞ്ഞ് ബാക്കി പ്രോമിറ്റ് ചെയ്യുള്ളൂ. അതനുസരിച്ച് അങ്ങ് ചെയ്യും. അല്ലാതെ എല്ലാവരും ഒന്നും പോലെ കാണാപ്പാടം പഠിച്ച് അങ്ങനെ ചെയ്യുന്നില്ല. ഇതിൽ കുട്ടികളെ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞു. അപ്പോൾ ആദ്യമായിട്ടാണ് പുതിയ ആളുകളുടെ കൂടെ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. പുതിയ ആൾക്കാരുടെ കൂടെ ആദ്യമായിട്ടാണ്. പക്ഷേ എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്. നമ്മൾ മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം നമ്മൾ പറയുന്നതിന് കറക്റ്റ് ഉത്തരവും. എൻ്റെ മോനായിട്ട് അഭിനയിക്കുന്ന പയ്യൻ എന്ത് രസമായിട്ട് ചെയ്തേക്കണമെന്നറിയോ? അവൻ്റെ ഒരു പാവത്താനെ പോലെയാണ്. എന്നെ പേടിയാണ് ഇപ്പോഴത്തിൽ, ഭയങ്കര പേടിയാണ്. കാരണം ഞാൻ അടിയോടടിയാണ്. പഠിപ്പിക്കുക എങ്ങനെയാണ് പക്ഷെ പഠിക്കുകയല്ലോ അവൻ. അവരൊക്കെ നന്നായിട്ട് പഠിക്കുമായിരുന്നു. അവരൊക്കെ നമ്മളെ അടിക്കുകയും ചെയ്തില്ല, അവരെ അടിക്കേണ്ട കാര്യമില്ല, അവരൊക്കെ പഠിക്കുമായിരുന്നു. ഇത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പിന്നെ ഒരു ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇവനെ പിടിച്ചൊരു തള്ളുന്നുണ്ട് അടി കഴിഞ്ഞിട്ട്. ആ തള്ളൽ ചെന്ന് ഈ പയ്യൻ ചെന്നിട്ട് ഒരു മേശക്കിടക്കോട്ട് അതങ്ങ് പവർഫുള്ളായിപ്പോയി. ഞാൻ ഇങ്ങനെ കുറച്ച് നേരത്തിന് ഷൂട്ട് നിർത്തി വെച്ചു, ഷൂട്ട് വരെ നിന്ന് പോയിന്ന്. ഞാൻ ഇങ്ങനെ പിന്നെ എന്നാ പറ്റുമോ, പക്ഷേ ഇവൻ പൊടിയൊക്കെ ഒന്നും പറ്റില്ലെന്നും പറഞ്ഞു ഇവനൊന്ന് വന്നു. കഥാപാത്രമായതാണ്. തല്ല് കഴിഞ്ഞിട്ട് പറഞ്ഞു ഒറ്റ തള്ളല ചെന്ന് ഭിത്തിക്കിട്ടും, ഭിത്തിയുടെ ഇടയ്ക്ക് ഒന്ന് വീണ് അങ്ങ് പേടിച്ചു പോയി. ഏതെങ്കിലും ഒരു പ്രത്യേക കഥാപാത്രം ഇത് ഞാൻ ചെയ്താൽ നന്നായിരുന്നേനെ അല്ലെങ്കിൽ ചെയ്താൽ നന്നായിരിക്കും അങ്ങനെ തോന്നിയ ഏതെങ്കിലും കഥാപാത്രങ്ങൾ, സിനിമയിലല്ല ഏതെങ്കിലും ഒരു കഥാപാത്രം, ഇന്നൊരു കഥാപാത്രം കിട്ടി ഞാൻ ചെയ്യും, അല്ലെങ്കിൽ ഇത് എന്നെ കൊണ്ടേ പറ്റൂ, അങ്ങനെ എന്തെങ്കിലും ഒരു കഥാപാത്രം? അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്നെ കൊണ്ടേ പറ്റൂ, അല്ല ഞാനത് ചെയ്താൽ ഇച്ചിരി നന്നായനെ, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. കലാഭവനിൽ ഇപ്പോൾ നമുക്കൊക്കെ അറിയാൻ കൂടുതൽ താല്പര്യം അത് തന്നെയായിരിക്കും. നമ്മൾ സിനിമയിലെ കഥകളൊക്കെ ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷേ കലാഭവനിലെ കഥകളൊന്നും നമ്മളങ്ങനെ അറിയുന്നില്ല. ആരും അങ്ങനെ പറഞ്ഞങ്ങനെ അധികം കേട്ടിട്ടുമില്ല. ഏതെങ്കിലും ഒരു ഇൻസിഡൻ്റ് അങ്ങനെ പ്രേക്ഷകർ അറിയണം എന്നാഗ്രഹമുള്ള ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഡൽഹി പരിപാടിക്ക് പോയി കലാഭവൻ്റെ. ചെന്ന് കഴിഞ്ഞപ്പം ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ മഞ്ഞിങ്ങനെ ഒഴുകുക തലേക്കടെ. അപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഭയങ്കര ആഘോഷമായിരുന്നു. അന്ന് ആബേലച്ചനുണ്ട് കൂടെ. ആബേലച്ചനൊക്കെ ലാസ്റ്റ് ടൈമാണ് അന്നേരം. പുള്ളിയെ തണുപ്പൊക്കെ അടിച്ചിട്ടായിരിക്കും അസുഖം ഉണ്ടായതെന്ന് എനിക്ക് തോന്നുന്നു. പുള്ളി അച്ഛനുണ്ട്. അപ്പം ഞാനിങ്ങനെ ഒരു ചെറിയൊരു പാലം പോലൊരു സാധനമാണ്, താഴെ ഭയങ്കര കൊക്കയാണ്. നമുക്ക് പ്രായക്കുറവല്ലേ, ത്രില്ലല്ലേ. നേരെ ആ പാലത്തേക്കൂടെ ഇങ്ങനെ നടക്കുക. അച്ഛൻ ഇത് കണ്ട് ഇങ്ങനെ വിളിച്ച്, താനിങ്ങ് വന്നേ, അങ്ങനെയാണ് വിഷയമുള്ളൂ. താനിങ്ങ് വന്നേ, താൻ എന്ത് പണിയായി കാണിക്കണേ, മുകളിൽ നിന്ന് വീണാൽ താഴെ ചാടിയാൽ ചത്തുപോവുകയല്ലേ, താൻ അങ്ങനെ ചാകാനുള്ളതാണോ, നല്ല ആർട്ടിസ്റ്റ് അല്ലേ, അങ്ങനെ പറഞ്ഞ എൻ്റെ ഓർമ്മ എൻ്റെ ഉണ്ട്. എന്നെ അങ്ങ് ഇറക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട്, താൻ അങ്ങനെയൊക്കെ കയറി കാല് തെന്നി താഴെ പോയാൽ ചത്തുപോകും,
നാളെ മലയാള സിനിമയ്ക്ക് വേണ്ട ആളാ എന്നൊക്കെ പുള്ളി എന്നോട് പറഞ്ഞു അച്ഛൻ. അഭയലക്ഷനൊക്കെ കുറേ പേര് അങ്ങനെ ആ പ്രോത്സാഹിപ്പിച്ച് അച്ഛൻ കൊണ്ടുവന്ന അങ്ങനെയൊന്നും ആളാണ്. പറയണതല്ല. അച്ഛൻ അങ്ങനെയൊന്നും പറയത്തില്ലാത്തൊരു അച്ഛനാണ്. ഒരിക്കലും അങ്ങനെ ഒന്നും പറയല. അച്ഛനൊരു വേറൊരു ടൈപ്പാണ്. നമ്മളിപ്പോൾ കലാഭവനിൽ ലോൺ കിട്ടും, എപ്പോൾ വേണമെങ്കിലും ലോൺ കിട്ടും. നമ്മൾ അവിടെ കളിക്കുവാണല്ലോ, ശമ്പളമാണല്ലോ. അപ്പോൾ പോയി ലോണൊക്കെ എന്ന് പറഞ്ഞാൽ 2000 രൂപ ഒക്കെ തരത്തുള്ളൂ, ശമ്പളം കുറവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഓഫീസിൽ പറഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് നിന്ന് പറയണം. അപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുമ്പോൾ അച്ഛൻ എഴുതുക, നമ്മളെ കണ്ടു കള്ളത്തരം അച്ഛൻ മുഴുവൻ ഇങ്ങനെ എഴുതിക്കൊണ്ട് നോക്കും കണ്ണാടിക്കരൊക്കെ അവിടെ നോക്കിയിട്ട് പറയും, ചോ പുള്ളി അപ്പം താൻ ഏതാ, നമ്മളെ അറിയുന്നതാണ്, മിമിക്രി കളിക്കുന്ന. നമ്മൾ മിമിക്രിയിലുള്ള ഏത് മിമിക്രി? പുള്ളിയോടെ 2 മിമിക്രി ഉണ്ട്. ഒന്ന് ഗാനമേളയ്ക്ക് ഇടയ്ക്കുണ്ട്, ഒരു ട്രൂപ്പായിട്ട് വന്നു. ഞങ്ങൾ ട്രൂപ്പിലാണ്. എന്താ വന്നേ? ലോൺ. താനൊക്കെ അടയ്ക്കുമോ? താൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വാ. വീണ്ടും 10 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ ചെല്ലുമ്പോൾ വീണ്ടും അച്ഛൻ ചോദിക്കും താൻ ഏതാന്ന്. അങ്ങനെ ഒരു കളിയാക്കൽ ഒരു അച്ഛനായിരുന്നു. നല്ല രസമായിരുന്നു, പക്ഷേ സ്നേഹം ഉണ്ടായിരുന്നു. കലാഭവൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്ന പേര് മണിച്ചേട്ടൻ്റെ പേരാണ്. പിന്നെ മണിച്ചേട്ടനാണ്. മണിച്ചേട്ടനായിട്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ അതും കൂടി പറഞ്ഞ ആളുകൾ സന്തോഷിക്കും. എന്ന് വെച്ചാൽ മണിച്ചേട്ടനൊക്കെ ഞാനൊക്കെ ചെല്ലണ മുമ്പൊക്കെ ഒരു 5 വർഷം മുമ്പ് പോയി മണിച്ചേട്ടനൊക്കെ. ഞാനൊക്കെ അതൊക്കെ കുറേ കഴിഞ്ഞല്ലേ ഇല്ലെന്ന്. പക്ഷേ മണിച്ചേട്ടനെ അന്നൊക്കെ തിളങ്ങിയിരിക്കുന്ന സമയത്ത് ഞാൻ ട്രൂപ്പിൽ കളിക്കുന്നത്, സിനിമയിൽ തിളങ്ങിയിരിക്കുമ്പോൾ. അപ്പോൾ ഞങ്ങളൊരു ദിവസം ഇങ്ങനെ കലാഭവൻ്റെ വണ്ടി ഇങ്ങനെ ബോർഡൊക്കെ വെച്ച് ട്രാവലർ ഇങ്ങനെ പോകുമ്പോൾ, ചാലക്കുടിയാണ് തൃശ്ശൂരാണെന്ന് തോന്നുന്നു, പോകുമ്പോൾ ഒരു സ്കോർപ്പിയോ ബ്ലാക്ക് ഇങ്ങനെ വന്നുണ്ട്. അതിലേക്ക് വന്നിട്ട് കൈ വെക്കുകയാണ്, നിർത്തണമെന്ന്. അതൊക്കെ മണിച്ചേട്ടനാണ്. എല്ലാം നിർത്തി, എല്ലാവരും കെട്ടിപ്പിടിച്ച് വർത്താനം പറഞ്ഞ് ആവശ്യത്തിന് പൈസയും തന്നു വണ്ടിക്കാണ്. അങ്ങനെ ഒരു സന്തോഷം. പിന്നെ ഇടയ്ക്ക് മണിച്ചേട്ടൻ്റെ പിറന്നാൾ സമയത്തൊക്കെ പോകുമായിരുന്നു ചാലക്കുടിയിൽ. 1-ാം തീയതി ന്യൂ ഇയറാണ് ഒക്കെ പോകുമായിരുന്നു. എൻ്റെ ന്യൂ ഇയറാണ് ബർത്ത്ഡേ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ കൂടിയിട്ടുണ്ട് മണിച്ചേട്ടന്, പരിചയപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. ഞങ്ങളൊന്നിച്ച് പ്രോഗ്രാം എന്ന് വെച്ചാൽ തൊടുപുഴ ഫെസ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ജാഫ്രിക്കയുടെ പരിപാടിയല്ലേ തൊടുപുഴ ഫെസ്റ്റ്. അപ്പോൾ ഞങ്ങൾ സ്കിറ്റ് കളിക്കുന്നത്. ജാഫ്രിക്ക അന്ന് സ്കിറ്റ് കളി കഴിഞ്ഞ് ജാഫ്രിക്ക സിനിമ നടനായി. ഒരു സ്കിറ്റ് കളിക്കുന്നത് ഞങ്ങളാണ്. പിന്നെ അങ്ങനെ പരിചയമുണ്ട്. മരിച്ചപ്പോഴും പോയായിരുന്നു, കാണാൻ പോയായിരുന്നു. വലിയൊരു നഷ്ടമാണ്. എന്തായാലും ചേട്ടാ ഒരുപാട് സന്തോഷം. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഈ തിരക്കിനിടയിൽ നമുക്ക് അല്പനേരം തന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം. സിനിമ വമ്പൻ ഹിറ്റാവട്ടെ. പുതിയ സിനിമകളൊക്കെ ആളുകൾ ഏത് കഥയായാലും ഇപ്പോൾ മലയാളികൾ സ്വീകരിച്ച് തുടങ്ങുന്ന ഒരു കാലമാണ്. അപ്പോൾ ഈ സിനിമയും വിജയിക്കട്ടെ. ചേട്ടൻ്റെ കഥാപാത്രം ഇപ്പം ഇതിൽ ജോസിനെ പോലെ തന്നെ മികച്ചൊരു കഥാപാത്രമാവട്ടെ. എന്തായാലും ഒരുപാട് സന്തോഷം ചേട്ടാ. താങ്ക് യു.